രാജസ്ഥാനിന്റെ വെയിൽ നിറഞ്ഞ ഭൂമിയുടെ മധ്യേ സ്ഥിതി ചെയ്യുകയായിരുന്നു ഡോൾപൂർ. ഇതൊരു സാധാരണ ഗ്രാമമല്ല. ഇവിടെ സൂര്യന്റെ ആദ്യത്തെ പ്രകാശം പതിഞ്ഞതും തീ പൊള്ളുന്നതുപോലെ തോന്നും. പിന്നെ ബാക്കിയുള്ള കാറ്റത്ത് ഓക്സിജൻ വളരെ കുറവായിരുന്നു. ഇവിടെ ജനങ്ങൾ ദിവസം മുഴുവൻ റൂമിൽ തന്നെ അടഞ്ഞിരിക്കും. അവർ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായം കൊണ്ടാണ് ജീവിച്ചു വന്നത്. ഏത്തൻ മോനെ, എന്താണിത്? നിന്റെ ഓക്സിജൻ സിലിണ്ടറിൽ ഓക്സിജൻ കുറഞ്ഞുകൊണ്ടേ വരികയാണ്. ഓഹോ, ക്ഷമിക്കൂ അമ്മേ, ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അതെങ്ങനെയാ മോനെ നീ ശ്രദ്ധിക്കാതിരിക്കുക? അറിയാമല്ലോ, ഇതില്ലെങ്കിൽ നമുക്ക് ശ്വാസം വിടാൻ പോലും കഷ്ടമാണെന്ന്. അതെ അമ്മേ, നിങ്ങൾ ശരിയാണ് പറഞ്ഞത്. ഞാൻ ഇനി അത് ശ്രദ്ധിച്ചോളാം. ഞാനിപ്പോൾ മറ്റൊരു സിലിണ്ടർ കൊണ്ടുവരാൻ. വേണ്ട, ഇപ്പോൾ നീ പുറത്തു പോകണ്ട. ഇപ്പോൾ പുറത്തു പോയാൽ വെയിൽ നിന്നെ കരിച്ചു കളയും. ഒന്ന് ചെയ്യ്. രാത്രി നീ കോളേജിലേക്ക് പോവില്ലേ? തിരികെ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവാ. ശരി അമ്മേ. ഇതാണ് ഡോൾപൂരിന്റെ അവസ്ഥ. ഇതിന്റെ വലിയ കാര്യം എന്താണെന്നാൽ മുഴുവൻ ഗ്രാമത്തിലും മരങ്ങൾ തീരെ ഇല്ലായിരുന്നു. അവസാനമായി ഒരേ ഒരു ആലമരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഇപ്പോൾ കരിഞ്ഞ് കാണാൻ ഇലകളൊന്നും ഇല്ലാതെയായിരുന്നു. അതിന്റെ വേരുകൾ കരിഞ്ഞതുപോലെയിരുന്നു. ചില്ലകൾ ഒടിഞ്ഞിരുന്നു. അതിന്റെ മരഭാഗങ്ങളൊക്കെ വളഞ്ഞിരുന്നു. അതുമാത്രമല്ല, ആ മരത്തിനെ കുറിച്ച് ഒരു വിചിത്രമായ കാര്യം തന്നെയുണ്ട്. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ ആലമരം കരയാൻ തുടങ്ങും. അതായത് ആ പഴയ വലിയ ആലമരം എന്തോ വേദനയിൽ ഇരിക്കുന്നത് പോലെ. ഇതാ വീണ്ടും അതേ ശബ്ദമാണ്. അതെ, വീണ്ടും ആ ആലമരത്തിൽ നിന്നാണ് എന്തോ ശബ്ദം വരുന്നത്. വിചിത്രമായിട്ടുണ്ടല്ലോ. എവരെ കൊണ്ടും ആലോചിക്കാൻ പറ്റില്ല. നമ്മളുടെ ഗ്രാമത്തിൽ ഇത്ര കൊല്ലങ്ങളായിട്ട് ഒരുപാട് പഴയ ആലമരം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ പറയുന്നത് നേരാണ്. ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ മരം മാത്രമല്ല, ഗ്രാമം മുഴുവനും. നീ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങൾ നോക്കിയേ, എത്ര പശ്ചിമയായിരിക്കുന്നു. അവർ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന കാറ്റ് ശ്വസിക്കുന്നു. പക്ഷേ നമ്മുടെ ഡോൾപൂർ, എനിക്കിപ്പോൾ ഒരുപാട് ക്ഷീണം തോന്നുന്നു ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്നതോർത്ത്. എനിക്കും മറ്റുള്ളവരെ പോലെ സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും ജീവിക്കണം. നീ പറയുന്നത് ശരിയാണ്. പക്ഷെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിനക്കറിയോ, ഞാൻ ഒരുപാട് സമയം എൻ്റെ അമ്മയോട് ഇതിനെപ്പറ്റി കേട്ടതാണ്. പക്ഷെ അവരിന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അങ്ങനെ അവർക്കറിയില്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് കണ്ടുപിടിക്കാം. നമ്മൾ നന്നായി ജീവിക്കണമെങ്കിൽ ഈ ഗ്രാമത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. നീ പറയുന്നത് നേരാണ്. അവസാനം സത്യം എന്താണെന്ന് അറിയാൻ ഡോൾപൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങി. കേതനും പ്രിയയും ഗ്രാമത്തിനെ കുറിച്ചുള്ള ഹിസ്റ്ററി പഠിക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ പ്രായമായവരോടൊക്കെ ചോദിച്ചു. പക്ഷെ എന്തു പറയാൻ, ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് പ്രിയയും കേതനും വേറെ വഴി തിരഞ്ഞെടുത്തു. അവർ രണ്ടുപേരും രാത്രി വളരെ ലേറ്റായി ആലമരത്തിനടുത്തേക്ക് ചെന്നു. മതി, ഇത് മതി, ഇനിയും ഞങ്ങൾക്കിത് താങ്ങാനാവില്ല. എത്ര പേരോട് സംസാരിച്ചു, ഡോൾപൂരിന്റെ ചരിത്രം മുഴുവൻ നോക്കി. പക്ഷേ നീ കരയുന്നതിന്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലാക്കാനായില്ല. അതെ, ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് നീ അല്ലാതെ വേറെ മാർഗമേ ഇല്ല. നീ ഞങ്ങളെ സഹായിച്ചേ പറ്റുള്ളൂ. കേതൻ പറയുന്നത് ശരിയാണ്. നീ ഇത്ര വർഷങ്ങളായി എന്തിനാ ഇങ്ങനെ കരയുന്നത്? അങ്ങനെ പറയാൻ പറ്റാത്ത എന്ത് വേദനയാണ് നിന്റെ മനസ്സിലുള്ളത്? ഞങ്ങളോട് പറ. ഈ വേദനയിൽ നിന്ന് നിന്നെയും നമ്മുടെ ഗ്രാമത്തെയും ഞങ്ങൾ മോചിപ്പിക്കാം. പറയെന്ന് പറഞ്ഞില്ലേ? പക്ഷേ കേതന്റെയും പ്രിയയുടെയും ചോദ്യത്തിന് ഒരു മറുപടിയും കിട്ടിയില്ല. കേതൻ ഇതൊരു ഉത്തരവും പറയുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും? അറിയില്ല പ്രിയ, ഇപ്പോൾ എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്താൽ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് ഈ മരം ഉത്തരം പറയും? മരം ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് പ്രിയയ്ക്ക് ആകെ വിഷമവും ദേഷ്യവും വന്നു. അവൾ ദേഷ്യത്തിൽ ആ മരത്തിനെ വഴക്കു പറയാൻ തുടങ്ങി. നിനക്കൊട്ടും തന്നെ മനസാക്ഷിയില്ലേ മരമേ? ഇത്ര വർഷങ്ങളായി നമ്മുടെ ഗ്രാമം എത്ര പ്രശ്നങ്ങൾ മറികടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിനക്കറിയില്ലേ? പിന്നെ നീയും ഇത്രയും നടന്നതിന് ശേഷം നീ ഞങ്ങളെ സഹായിക്കുന്നതിനു പകരം നീ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിനക്ക് നാണമില്ലേ? പ്രിയ ദേഷ്യപ്പെട്ടത് കാരണം മരത്തിന്റെ ദേഷ്യം വീണ്ടും കൂടി. അത് കാരണം അതിന്റെ ശബ്ദം കൂടുതൽ വലുതായി കേട്ടു. അത്ര അധികമായി ആ ഗ്രാമം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി. ആ മോശമായ ശബ്ദം അവർക്ക് കേട്ടുകൊണ്ടിരിക്കാനായില്ല. ആ ശബ്ദം അത്ര ഭയങ്കരമായിരുന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. അപ്പോഴാണ്, എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം ഈ ഗ്രാമം ഈ കഷ്ടങ്ങളെ അനുഭവിക്കേണ്ടതാണ്. എന്താ പറയുന്നത്? അങ്ങനെ എന്താണ് ഈ ഗ്രാമത്തിൽ നടന്നത്? ആ ശരിക്കുമുള്ള സത്യം എന്താണ്? ആ സത്യം അറിയണമെന്ന് വിചാരിക്കുന്നു. എന്നാൽ കേൾക്കൂ. പല കൊല്ലങ്ങൾ മുൻപ് ഈ ഗ്രാമം പശ്ചിമ നിറഞ്ഞതായിരുന്നു.
എല്ലാ വശത്തും മരങ്ങൾ നിറഞ്ഞിരുന്നു, പാടങ്ങൾ ഉണ്ടായിരുന്നു, കുളങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം സിറ്റിയിൽ നിന്ന് വലിയ ബിൽഡർ വന്നു. അവൻ ഗ്രാമത്തിലെ ജനങ്ങളോട് പുതിയ ജീവിതം, സ്ട്രോങ് ആയ വീട്, പണം എന്ന് വാക്കുകൾ കൊടുത്തു. അതിന് പകരം അവൻ കാട്ടിന്റെ സ്ഥലമാണ് കേട്ടത്. പിന്നെ എന്താ സംഭവിച്ചു? കാടിന്റെ സ്ഥലത്തിനെ അവർ തന്നോ? പിന്നെന്താ നടക്കാനാ? ഗ്രാമത്തിലെ ജനങ്ങൾ ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം പണം, പേര് എന്ന ആശ കൊണ്ട് അവരെല്ലാം അവൻ പറഞ്ഞത് കേട്ടു. പിന്നെ ഒരേ രാത്രി കൊണ്ട് എന്റെ വീട്, അതായത് മൊത്തം കാടും നശിപ്പിക്കപ്പെട്ടു. എന്ത്? നേരാണോ? അതെ, നേരാണ്. ആ ദിവസത്തിനെ എന്നെ കൊണ്ട് മറക്കാൻ സാധിച്ചിട്ടില്ല. എന്റെ സുഹൃത്തുക്കൾ കരയുന്ന ശബ്ദം, വലിയുള്ള അവരുടെ കതറലുകൾ എന്റെ കാതുകൊണ്ട് കേട്ടതാണ്. അവരുടെ വലിയെ പറ്റി ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഏതൊരു കവലയുമില്ല. പക്ഷേ ഞാൻ വിഷമിച്ചു. എന്റെ കോപം കാരണം ജോലി ചെയ്ത എല്ലാവരും അന്ന് തന്നെ പേടിച്ചു ഓടിപ്പോയി. അവരെവർക്കും മനസ്സിലായിട്ടില്ല എവരാണ് ഇങ്ങനെ കരയുന്നതെന്ന്. അവരെല്ലാവരും ഓടിപ്പോയി. അന്നു മുതലാണ് ഞാൻ ഈ ഗ്രാമത്തിലെ ഒരു വിചിത്രമായ ശാപമായി മാറി കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇനി ഈ ഭൂമിയിൽ കാറ്റ് വരില്ല, മരമും വളരില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ പോലെ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കും. പിടഞ്ഞ്. ഇല്ല ഇല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. മരം പറഞ്ഞത് കേട്ടിട്ട് കേതൻ പേടിച്ചുപോയി. പല വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം കാരണം മരത്തിന്റെ വെറുപ്പ് ദേഷ്യമായി മാറിയത് ന്യായമാണ്. പക്ഷേ അതിന്റെ ശിക്ഷ തെറ്റ് ചെയ്യാത്തവരും കൂടി അനുഭവിക്കേണ്ടി വരുന്നു. ഇല്ല, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് തെറ്റാണ്. അതെ, തെറ്റാണ്. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും. ഞാൻ പതുക്കെ ഈ ഗ്രാമത്തിലെ ജനങ്ങളെ പിടഞ്ഞ് ചാവാൻ വെക്കും. എൻ്റെ സുഹൃത്തുക്കൾ എത്ര കഷ്ടപ്പെട്ടതോ അതിന് ഞാൻ പകവീട്ടണം. പക്ഷേ ഇത് തെറ്റാണ്. തെറ്റായാലും അതാണ് എനിക്ക് ശരി. ഞാൻ അത് ഏൽക്കില്ല. കേതൻ ആ മരത്തിനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ഒരു പ്രയോജനവുമില്ല. അത് സമ്മതിക്കാൻ തയ്യാറായില്ല. അവസാനം പ്രിയ കരഞ്ഞുകൊണ്ട് മരത്തിനോട് യാചിച്ചു. ദേ നോക്ക്, ഞങ്ങളെ കൊന്നുകളാ. ഞാൻ സമ്മതിക്കുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിലെ ജനങ്ങൾ നിന്നെയും ഈ കാട്ടിനെയും ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നിന്നെ കൂട്ടുകാരിൽ നിന്നും പിരിച്ച് വിഷമിപ്പിച്ചിരിക്കുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ ചെയ്ത അതേ തെറ്റ് നീയും ചെയ്യാൻ പോവുകയാണോ? പറയൂ, പിന്നെ അവർക്കും നിനക്കും എന്താണ് വ്യത്യാസം? അതെ, പ്രിയ പറയുന്നത് ശരിയാണ്. ഞങ്ങൾ എല്ലാവരും സെൽഫിഷാണ്. എവരെങ്കിലും ഞങ്ങൾക്ക് ചെറിയ സ്വപ്നം കാണിച്ചാലും ഞങ്ങളുടെ സ്വാർത്ഥത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഏതെല്ലാം ആവശ്യമോ അത് എല്ലാവற்றிനെയും ഞങ്ങൾ നശിപ്പിക്കുന്നു. ഏതൊരു സാധനത്തിൻ്റെ മുഖ്യത്വവും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ നീ അങ്ങനെയല്ല, നിന്റെ സുഹൃത്തുക്കളും അങ്ങനെയല്ല. അതുകൊണ്ട് ഇത് എല്ലാവற்றிനെയും നിർത്ത്. ദേ നോക്ക്, ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് സംസാരിക്കുന്നില്ല. പക്ഷെ നീ ചിന്തിച്ചു നോക്ക്, നിന്റെ സ്ഥലത്ത് നിന്റെ കൂട്ടുകാരായിരുന്നെങ്കിൽ അവരിങ്ങനെ ചെയ്യുമായിരുന്നോ? ഒരാൾ ചെയ്ത തെറ്റിനു വേണ്ടി എല്ലാ ജനങ്ങളെയും അവർ ശിക്ഷിക്കുമോ? പറയൂ. റിയയുടെ ഈ ചോദ്യം കേട്ട് മരം ആകെ തളർന്നുപോയി. അതിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അത് തന്റെ തെറ്റ് വിചാരിച്ച് വിഷമിക്കാൻ തുടങ്ങി. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ശരിയാണ്. എൻ്റെ വളി കാരണം ഞാൻ സ്വാർത്ഥനായി മാറിപ്പോയി. മറ്റുള്ളവർ ചെയ്ത തെറ്റിന് വേണ്ടി ഞാൻ നിങ്ങളെ ശിക്ഷിച്ചു. സത്യം പറയണമെങ്കിൽ തെറ്റ് എൻ്റേതാണ്. ഞാൻ എല്ലാ മനുഷ്യരെയും കഷ്ടപ്പെടുത്തി. എൻ്റെ ദൈവമേ, ഞാൻ ഇങ്ങനെ ചെയ്തു പോയേ. ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്നെ ക്ഷമിച്ചേക്കൂ. ദയവ് ചെയ്ത് എന്നെ ക്ഷമിച്ചേക്കൂ. മരം തന്റെ തെറ്റോർത്ത് വിഷമിക്കാൻ തുടങ്ങി. പാവം അതിന് ഒന്നും തന്നെ മനസ്സിലായില്ല. തന്റെ തെറ്റ് എങ്ങനെ തിരുത്തണമെന്ന് മനസ്സിലായില്ല. ഇതാ നോക്ക്, നീ ഇങ്ങനെ കരയാനുള്ള ഏതൊരു ആവശ്യമില്ല. പട്ടിയാൽ നിന്നെ കൊണ്ട് ഇത് എല്ലാവற்றிനും ശരിയാക്കാൻ പറ്റും. അതെ, കേതൻ പറയുന്നത് നേരാണ്. നിന്റെ ശാപത്തിൽ നിന്നും ഈ ഗ്രാമത്തിന് മോചനം നൽക്. നീയും ഇതിൽ നിന്ന് മോചിക്കപ്പെട്. റിയ പറഞ്ഞത് കേട്ടിട്ട് മരം ശാന്തനായി. അത് ശാപത്തിൽ നിന്നും മോചിക്കപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തു. എന്റെ ശാപത്തിൽ നിന്നും മുക്തി കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ കുട്ടികളെ. വേഗം തന്നെ എന്റെ ശരീരത്തിനെ കത്തിയേക്ക്. അതുകൊണ്ട് എന്റെ ആത്മയ്ക്ക് മുക്തി കിട്ടും. അതിനുശേഷം ഈ ഗ്രാമത്തിലേക്കും എന്റെ ശാപത്തിൽ നിന്ന് മുക്തി കിട്ടും. അതെ, ഈ ഒറ്റൊരു മാർഗമേ ഉള്ളൂ. മരം പറഞ്ഞ ആലോചന കേട്ട് കേതന്റെയും പ്രിയയുടെയും മനസ്സാകെ വേദനിച്ചു. പക്ഷെ ഇതല്ലാതെ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. കേതൻ തന്റെ പോക്കറ്റിൽ നിന്നും മാച്ചസ് എടുത്തു. എന്നിട്ടൊരു തീപ്പെട്ടി അവൻ കത്തിച്ചു. കുറച്ചു സമയത്തിനകം തീ എരിയാൻ തുടങ്ങി. പിന്നെ ആ വയസ്സായ ആലമരം ആ തീയിൽ കത്തി ചാമ്പലായി മാറി. അവസാനം മുഴുവൻ ഗ്രാമവും ശാപത്തിൽ നിന്നും മോചിക്കപ്പെട്ടു. ഡോൽപൂർ വീണ്ടും പശ്ചിമയായി മാറി. ജനങ്ങൾ പ്രകൃതിയുടെ കാറ്റ് ശ്വസിക്കാൻ തുടങ്ങി.